തിരുവനന്തപുരം മേയറായി ആര് രംഗത്ത് വരും? ബി ജെ പിയുടെ ഏത് കാൻഡിഡേറ്റാണ് മേയറാകുന്നത്? ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളുണ്ട്. കോൺഗ്രസിന് 19 സീറ്റുകളുണ്ട്. CPM 29 സീറ്റുകളുണ്ട്. 2 സ്വതന്ത്ര. അങ്ങനെ 100. 51 പേരുടെ പിന്തുണ വേണം ബി ജെ പിക്ക് കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു മേയറെ തിരഞ്ഞെടുക്കാൻ. ഏതായാലും ഭൂരിപക്ഷ കക്ഷിയുടെ ആളെ മേയറായിട്ട് തിരഞ്ഞെടുക്കും, സംശയമില്ല. 2 സ്വതന്ത്രരിലെ ഒരാൾ എങ്കിലും പിന്തുണ വേണ്ടിവരും ബി ജെ പിക്ക്. അതേസമയത്ത് ഒരിടത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണം മൂലം മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും മേയറാകാൻ യോഗ്യന് വി രാജേഷ് തന്നെ. തുടക്കം മുതൽ, രാഷ്ട്രീയ ജീവിതം മുതൽ വി രാജേഷ് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ബി ജെ പിക്കാരനാണ്. ബി ജെ പിയിലെ ആണ് രാജേഷിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അത് കാലുമാറിയിട്ടില്ല ഇന്ന് വരെ. സ്വതന്ത്രമായി ചിന്തിക്കുകയും ബി ജെ പിയുടെ ഏറ്റവും അടിയുറച്ച വിശ്വാസിയായിട്ട് തിരുവനന്തപുരത്തെ എല്ലാ രംഗത്തും വി രാജേഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് അടുപ്പമുള്ള ആളാണ്. ചാനൽ ചർച്ചകളിലൊക്കെ നിരന്തരം ബി ജെ പിയെ പ്രതിനിധീകരിച്ച് വി രാജേഷ് എന്നോടൊപ്പം പല ചാനൽ ചർച്ചയിലും ഹാജരായിട്ടുണ്ട്. എങ്കിലും തൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വി രാജേഷ്. ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. കോർപ്പറേഷനിലെ ഇലക്ഷനിൽ ഇതിനു മുമ്പും അംഗമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം സീനിയറായ വ്യക്തി തന്നെയാണ്, കഴിവുള്ള വ്യക്തിയാണ്. എന്തുകൊണ്ടും മേയറായിട്ട് വി രാജേഷ് തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ബി ജെ പിയിലെ തന്നെ ശ്രദ്ധേയയായ വ്യക്തിയാണ് ശ്രീലേഖ IPS. അവർ DGP ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നത്. ശാസ്തമംഗലത്തെ അവിടുത്തെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തുകൊണ്ടും ഒരു മേയറാകാൻ യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ബി ജെ പിയുടെ അതിലും തലമുതിർന്ന പല ആൾക്കാരും കൗൺസിലർമാരായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീലേഖ അക്കാര്യത്തിൽ ജൂനിയറാണ്, കഴിവുള്ള സ്ത്രീയാണ്, ഒരു മേയർ സ്ഥാനത്തിന് പറ്റിയ ആളാണ്, ഒരു DGP സ്ഥാനമൊക്കെ അലങ്കരിച്ച ആളാണ്, ആ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് മേയറാകാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെ സംശയം തന്നെയില്ല. പക്ഷെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയും രാഷ്ട്രീയത്തിൽ ഇതുവരെ പ്രവർത്തിച്ചു വന്നതും അചഞ്ചലനായി നിന്ന് ബി ജെ പിയെ തിരുവനന്തപുരം ജില്ലയിലെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തി വി രാജേഷ് തന്നെ. അതുകൊണ്ട് അതിന് തർക്കമില്ല, വി രാജേഷ് തന്നെ മേയറാകണം. ഡെപ്യൂട്ടി മേയറായി വി രാജേഷിൻ്റെ ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച ബി ജെ പിക്കാരുണ്ട്. രാഷ്ട്രീയപരമായി അവരെ പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെ പാർട്ടിയിലെ സീനിയോറിറ്റിയുള്ള ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബി ജെ പി കൗൺസിലർ തന്നെ ഡെപ്യൂട്ടി മേയർ ആകുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. ശ്രീലേഖയുടെ മെറിറ്റ് അവഗണിക്കുകയല്ല. ശ്രീലേഖ ഒരു രാഷ്ട്രീയത്തിൽ പുതുമക്കാരിയാണ്. അതേസമയത്ത് കോർപ്പറേഷനിലെ ഫിനാൻസ് കമ്മിറ്റി ഒക്കെ അവിടെ ചെയർമാന്മാർ കഴിവുള്ളവരായിരിക്കണം. കാരണം ഇതിനു മുമ്പ് അവിടെ നടന്ന അഴിമതികളെപ്പറ്റി മനസ്സിലാക്കാനും അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും, സർക്കാരിൻ്റെ പണം വെട്ടിച്ചെടുത്ത ധാരാളം സംഭവങ്ങൾ അവിടെ ഉണ്ട്. പലരെ ആൾക്കാരും അനധികൃതമായി അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സർക്കാർ ശമ്പളം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പണം വാങ്ങിച്ച് പോയവരാണ്. അതേപ്പറ്റിയൊക്കെ അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം എന്താണെന്ന് വിലയിരുത്തി നിയമപരമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് പറ്റിയ ഒരാൾ തന്നെയാണ് ശ്രീലേഖ IPS എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അവർക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം പരിഗണിക്കുന്നത് നല്ലതാണ്. പക്ഷേ ബി ജെ പിയിൽ പ്രവർത്തിച്ച വി രാജേഷിനെ പോലെയുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ഡെപ്യൂട്ടി മേയറാക്കി. ഇവരെ പുതുമുഖമായതുകൊണ്ട് ഒരു ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനും അഴിമതി രഹിതമായ ഒരു ഭരണം കൊണ്ടുവരാനും നേരത്തെ കാണിച്ച അഴിമതിയിലെ ക്രമക്കേടുകൾ കണ്ടുപിടിച്ച് അതിന് തക്കതായ നിയമ നടപടി എടുക്കാനും
പ്രാപ്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീലേഖ IPS. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും കോർപ്പറേഷനിലെ ഒരു 50 പേരുടെ പിന്തുണ ഉണ്ടെങ്കിലും മേയറാകാൻ ഒരാളുടെയും കൂടെ വേണം. സ്വതന്ത്രരായ 2 പേരിൽ ഒരാളുടെ പിന്തുണ ആ പാർട്ടി ആർജിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. പല ബില്ലുകളും പാസ്സാക്കാൻ ഭൂരിപക്ഷം വരണം. എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും മേയറെ പാർട്ടിക്കാരെ BJP-ക്കാരെ അവർ പരിഗണിക്കില്ല. അനുകൂലമായ ബില്ലുകൾ വന്ന് അവർക്ക് എതിരായി തന്നെ വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണമാറ്റം നല്ല തുടക്കം തന്നെയാണ്. അത് വേറൊരു പാർട്ടി അവിടെ വരുന്നത് വളരെ നല്ലതാണ്. കാരണം നിരന്തരമായി കൈക്കൂലി കേസിനകത്ത് കംപ്ലൈൻ്റ് ഉള്ള ധാരാളം ജീവനക്കാർ അവിടെ ഉണ്ട്. അവരെയൊക്കെ നിലക്കി നിർത്താനും അവരെയൊക്കെ വിജിലൻസിൻ്റെ ഇതിലേക്ക് വരെ പിടിയെത്തിക്കുന്നതിനും ഒക്കെ ഇനി പുതിയ സ്ഥാനലബ്ധിയിലുള്ളവർ തയ്യാറാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പൊതുജനങ്ങളുടെ പണം അതുപോലെ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷനിൽ വരുന്നുണ്ട്. അതൊക്കെ ശരിയായി വിനിയോഗിച്ചിട്ടുണ്ടോ? നേരത്തെ വല്ല പല കൗൺസിലർമാരും കോർപ്പറേഷൻ്റെ ഫണ്ട് അത് മെയിൻ്റനൻസിനും മറ്റേതിനും ആക്കിയിട്ടുള്ള ഫണ്ട് അവരവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ച് അതിൽ നല്ലൊരു ശതമാനം തട്ടിയെടുത്ത സംഭവങ്ങളും പരാതികളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിനാൻസിൻ്റെ കൺട്രോള് ശ്രീലേഖ IPS-ന് തന്നെ കൊടുക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെയുള്ള തട്ടിപ്പും വെട്ടും കണ്ടുപിടിക്കാൻ അവർ മിടുക്കിയാണ്. കാരണം അവർ DGP റാങ്കിൽ റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടാണ് നമ്മളെപ്പോലെയുള്ളവരൊക്കെ ചിന്തിക്കുന്നത്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ BJP നടപ്പാക്കും എന്നാണ് കരുതുന്നത്. ഭരണമാറ്റം എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. സ്ഥിരമായിട്ട് അവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ധാരാളം പേരുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങ് കാണിച്ചിട്ടും അവിടെ വന്നിരുന്ന മേയറിൻ്റെ ഒക്കെ കഴിവുകേട് കൊണ്ട് അവർ അതിനെതിരായിട്ട് നടപടിയൊന്നും എടുക്കത്തില്ല. ഒരു 20, 21, 23 വയസ്സുള്ള ചെറുപ്പക്കാരിയായ ഒരു മേയറെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് തന്നെ ശരിയായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണമാറ്റം കൂടുതലായി സംഭവിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കഴിവുള്ളവരെ തന്നെ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ കൊണ്ടിരുത്തണം. പുതുമയ്ക്ക് വേണ്ടിയിട്ടോ കയ്യടി കിട്ടുന്നതിന് വേണ്ടിയിട്ടോ വളരെ ചെറുപ്പമായ ആൾക്കാർക്ക് ജീവിത പരിചയമില്ലാത്ത ആൾക്കാരെ പിടിച്ച് മേയർ സ്ഥാനത്തും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തും കൊണ്ടിരുത്തുന്നത് മതിയാക്കണം രാഷ്ട്രീയ പാർട്ടികൾ. കഴിവുള്ള രംഗത്ത് പ്രവർത്തിച്ച് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള നല്ല പ്രായമുള്ള ആൾക്കാരെ വിവിധ രീതിയിൽ പ്രവർത്തിച്ച് പരിചയവും സത്യസന്ധരാന്ന് അറിയപ്പെടുന്നവരെ തന്നെ എല്ലാ പാർട്ടിക്കാരും അവരവരുടെ കോർപ്പറേഷനിലെ ചെയർമാൻമാരായും അവരവരുടെ പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുക്കപ്പെടണം എന്നാണ് ഞാൻ കരുതുന്നത്.